ക്രൂശതിൽ ഈ പാപിയാമെന്നെ നേടിടുവാൻ തിരുരക്തം ചിന്തി ക്രൂശതിൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ കഴുകണേ നിൻ ശുദ്ധരക്തത്താൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ
മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. യുഗായുഗം സ്വർഗവാസത്തിനായി മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. എന്നെ ആഴമായി സ്നേഹിച്ചിടാൻ എന്നിലെന്തു കണ്ടു നാഥാ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്നിലെന്തു കണ്ടു നാഥാ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതരായ ദൈവജനത്തിനും കർത്തൃനാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ദൈവത്തിന് സ്തോത്രം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം വായിച്ച് കേൾക്കാം. ഉത്തമഗീതം 6:10. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആർ. അതിശയം നോക്കുകയാണ് ഈ കന്യകയെ, ആശ്ചര്യത്തോടെ എല്ലാവരും നോക്കുകയാണ്. ഇവൾക്ക് അരുണോദയം പോലെ ശോഭയുണ്ട്. അരുണോദയം പോലെ ശോഭ. പുറമേയുള്ള ശോഭയല്ല എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. പുറമേയുള്ളതായ ആകാര സൗന്ദര്യമല്ല, നമ്മുടെ ശരീരത്തിന് സൗന്ദര്യമല്ല, പുറമേയുള്ള സൗന്ദര്യമല്ല, അകത്താണ് സൗന്ദര്യം. കർത്താവിൻ്റെ തിരുവചനം പറയുന്നു, പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം ആദ്യവാക്യങ്ങൾ വായിക്കാം. പത്രോസിൻ്റെ 1 പത്രോസ് 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം, നിങ്ങളുടെ ആഭരണം, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതല്ല, വസ്ത്രം ധരിക്കുന്നതും, നല്ല മേന്മയുള്ള വസ്ത്രം ധരിക്കുന്നതുമല്ല, ഇങ്ങനെ പുറമേയുള്ളതല്ല നിങ്ങളുടെ സൗന്ദര്യം. പിന്നെ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. എന്താണ് സൗമ്യതയും സാവധാനതയുമുള്ള അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അകത്തെ ആളെ കാര്യം പറയുന്നത്, പുറമേ കാണുന്ന ആകൃതിയല്ല, അകത്ത് അക്ഷയഭൂഷണമായിരിക്കണം, ക്ഷയിക്കാത്ത ആഭരണമായിരിക്കണം. എന്താണത്? സൗമ്യതയും സാവധാനതയും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുറമേയുള്ള സൗന്ദര്യത്തിന് യാതൊരു വിലയുമില്ല. അതെല്ലാം ബാഹ്യമായ കാണാനുള്ളതായ ചന്തം മനുഷ്യരെ ഒരുപക്ഷെ ആകർഷിച്ചു വരാം. ദൈവമക്കൾ ഒരിക്കലും ആകർഷണീയമായ രീതിയിൽ വസ്ത്രം ധരിക്കുകയോ ആ രീതിയിൽ ഫാഷനബിളായിട്ടുള്ളതായ വേഷം ധരിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. ദൈവമക്കളെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ പലർക്കും അതൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഒന്ന് പറയാം, നിങ്ങളുടെ യഥാർത്ഥമായ ആഭരണം ഹൃദയമാണ്. യഥാർത്ഥമായ ആഭരണം ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യനാണ്. യഥാർത്ഥമായ ആഭരണം സ്നേഹം, സൗമ്യത, താഴ്മ, വിനയം എന്നിവയാണ്. സൗമ്യതയും സാവധാനതയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ സാധു സുന്ദർ സിംഗ് പറഞ്ഞ ഒരു ഉദാഹരണ കഥ ഇപ്പോൾ ഓർക്കുകയാണ്. സുന്ദർ സിംഗ് പറഞ്ഞു, ഒരാൾ മരിച്ച് അങ്ങ് സ്വർഗത്തിൻ്റെ വാതിൽക്കൽ എത്തിയതായിട്ടാണ് അദ്ദേഹം കാണുന്നത് ദർശനം. സുന്ദർ സിംഗിനെ ഒരു മല കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ഈ മരിച്ച മനുഷ്യൻ കടന്നു വന്നു. അയാൾ കടന്നു വന്നപ്പോൾ അവിടെ നിന്ന് മാലാഖ തടഞ്ഞു. നിങ്ങൾക്കകത്തേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. ഉടനെ ഈ വന്ന മരിച്ച ആത്മാവ് ചോദിച്ചു, അപ്പോൾ അങ്ങനെ അറിയില്ലല്ലേ, മാലാഖയ്ക്ക് എന്നെ അറിയില്ലല്ലേ? ഞാൻ ഒരു സുവിശേഷകനാണ്, ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരാളാണ്, ഞാൻ പള്ളിയിലെ ആരാധന മുടക്കാത്ത മനുഷ്യനാണ്, ഞാൻ മൂലം അനേകർ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. മാലാഖയ്ക്ക് എന്നെ പരിചയമില്ല അല്ലേ? അദ്ദേഹം പറഞ്ഞു, മാലാഖ പറഞ്ഞു, നിങ്ങൾ ഇപ്പം നിൽക്കുക, കുറച്ച് നിൽക്കുക, പറഞ്ഞു തരാം. വാതുക്കൽ ഈ മരിച്ചു എന്ന ആത്മാവ് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതാ ഒരു യുവാവ് മരിച്ചു വരുന്നു, അവൻ്റെ ആത്മാവ് വരുന്നു.
മാലാഖ അവനെ എതിരേൽക്കുന്നു. എതിരേറ്റ് അകത്തി കൊണ്ടുപോയി നല്ലൊരു മണിമാളികയിലേക്ക് അവന് വാസം കൊടുക്കുന്നു. ഈ മനുഷ്യൻ ചൊടിച്ചു. ആദ്യം വന്നയാൾ ഇപ്പോൾ വന്ന ആരാണെന്നറിയാമോ? എൻ്റെ വീട്ടിലെ വേലക്കാരനാണ്. അവന് വായിക്കാൻ അറിയാൻ പാടില്ല, ഒന്നും ഒരു വാക്ക് പറയാനും അറിയാൻ പാടില്ല. ഞാനാണ് അവനും പറഞ്ഞു കൊടുത്തത്, മാനസാന്തരത്തിലേക്ക് നടത്തിയത്. മാനസാന്തരം അവന് കൊടുത്തത് ഞാനാണ്. എൻ്റെ വാക്കുകൊണ്ടാണ് അവൻ മാനസാന്തരപ്പെട്ടത്. അവനെ അങ്ങ് എതിരേറ്റ് കൊണ്ടുപോയി വലിയൊരു മണിമാളികയിലാക്കുന്നു. എന്നെ ഇപ്പോൾ പുറത്ത് നിർത്തിയിരിക്കുന്നത്. ഇത് ശരിയാണോ? ഇത് മുഖോക്ഷമല്ലേ? മാലാഖ പറഞ്ഞു, നിങ്ങളെ തന്നെ കാണുന്നില്ല. ആ വന്നയാൾ അയാൾ ആരാണെന്നും നോക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു കാര്യമേ രാജാവ് പറഞ്ഞിട്ടുള്ളൂ, രാജകുമാരൻ്റെ ചായയുള്ള ആൾ മാത്രമേ കയറ്റി വിടാവൂ. രാജകുമാരൻ്റെ ചായ വേണം, രാജകുമാരൻ്റെ അതേ ഇമേജ് വേണം. ഞങ്ങൾ നോക്കിയപ്പോൾ ആ വന്ന യുവാവിന് രാജകുമാരൻ്റെ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഇമേജുണ്ട്, ഛായയുണ്ട്. അതുകൊണ്ട് കടത്തി വിട്ടു. അവനുവേണ്ടി ദൈവം പണിതിരിക്കുന്ന കൊട്ടാരത്തിൽ അവനെ പാർപ്പിച്ചു. നിങ്ങൾക്ക് രാജകുമാരൻ്റെ ഛായയില്ല. കാര്യം നിങ്ങൾ പ്രസംഗിച്ച ആളായിരിക്കും, നിങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ച് കാണും, നിങ്ങൾ പള്ളിയിൽ ശുശ്രൂഷ ചെയ്ത് കാണും, അല്ലെങ്കിൽ പക്ഷേ നിങ്ങൾ മദ്ബായിൽ ശുശ്രൂഷ ചെയ്ത് കാണും. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് രാജകുമാരൻ്റെ ഛായയില്ല. നിങ്ങൾക്ക് അഹങ്കാരവും സ്വയപ്രശംസയും സ്വയമഹത്വവും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് നിഗളമുണ്ട്. നിങ്ങൾക്ക് ആരോടൊരു അനുകമ്പയോ സ്നേഹവും ഇല്ല. നിങ്ങൾ തന്നെ കാണാൻ പറ്റിയാൽ മനസ്സിലാക്കുമായിരുന്നു. അപ്പോഴാണ് ഈ മനുഷ്യൻ തന്നെ നോക്കിയത്. തന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതുവരെ ധരിച്ചിരുന്നതുപോലല്ല, രൂപം ശരിയായ രൂപം ചെന്നു. അവിടെ നിത്യത്തിലേക്ക് ചെന്നപ്പോൾ ശരിയായ രൂപമായി. പുറമേ കാണിക്കുന്ന രൂപമല്ല, നിത്യത്തിൽ ചെന്നപ്പോൾ ശരിയായ രൂപം. ആ രൂപം എന്താ? വികൃതമായ രൂപം, വികലമായ രൂപം, വളരെ മോശമായ ഒരു രൂപം, അതുപോലൊരു ആകൃതി, നോക്കാൻ പറ്റാത്തതുപോലെ പ്രാകൃതമായ രൂപം. ആ സമയം അത് ഉറക്ക നിലവിളിച്ചുകൊണ്ട് മുറവിളി കൊട്ടുകൊണ്ട് പാഞ്ഞ് ചെന്നു എന്നാണ്. നരകത്തിൻ്റെ വാതിക്കലേക്ക് പാഞ്ഞു പോയി എന്ന് സുദർശിച്ച് കണ്ടതാണ്. നരകത്തിൻ്റെ വാതിക്കലേക്ക് പാഞ്ഞു പോയി. അവിടെ ഇതുപോലെ ഇവിടെ ഏതെല്ലാം വേഷഭൂഷാദികളുണ്ടെങ്കിലും, ഏതെല്ലാം ആഭരണങ്ങളുണ്ടെങ്കിലും, ഏതെല്ലാം താടിമോടികളുണ്ടെങ്കിലും, എന്തെല്ലാം ഉണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോൾ തനി രൂപം പ്രത്യക്ഷമാകും. തനി രൂപം അപ്പോൾ അവിടെ കാണും. തനി രൂപം, ഹൃദയത്തിൻ്റെ മ്ലേച്ഛത, ജീവിതത്തിൻ്റെ അശുദ്ധ വികാരങ്ങൾ, മലിനമായ മോഹങ്ങൾ, ദ്രവ്യാഗ്രഹം, സ്വാർത്ഥത, അഹങ്കാരം, എല്ലാം അതെല്ലാം തനി നിറം അപ്പോൾ ഉൾപ്പെട്ട് വരും. അക്കരെ ചെല്ലുമ്പോൾ ഇവിടെ വരുമ്പോൾ മാന്യതയോടെ നടക്കാം, ആളുകളുടെ മുമ്പിൽ മാന്യതയോടെ നടക്കാം, ആളുടെ മുമ്പിൽ യോഗ്യനായി നടക്കാം. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് തനി നിറം വരുന്നത്, തനി രൂപം. പേടിച്ചുപോയി. പെട്ടെന്ന് അന്ധകാര സ്ഥലത്തേക്ക്, നരകത്തിൻ്റെ വാതിക്കലേക്ക് കല്ലെടുത്തെറിയുന്നത് പോലെ വേഗത്തിൽ പാഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. സുദർശിനെ കണ്ടു. സുദർശിനെ കണ്ടപ്പോൾ സുദർശിനോട് കൂടിക്കൊണ്ടുവന്ന് മാലാഖ ചോദിച്ചു, ഇതാണ് ആത്മലോകത്തിൻ്റെ അവസ്ഥ, അറിയാമോ? സുദർശിന് സവിനയം തല താഴ്ത്തി. ആത്മലോകത്തിൻ്റെ അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും നിത്യത്തിലേക്ക് കടന്നു ചെല്ലും, ഇല്ലേ? നാം എല്ലാവരും ഞാനും നിങ്ങളും ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ എത്രയൊരു ഭൂമിയിലുണ്ടായിരിക്കും? 50 കൊല്ലം കഴിഞ്ഞാൽ, അല്ല വേണ്ട, ഒരു 100 കൊല്ലം മുമ്പ് ഈ ഭൂമിയിലുണ്ടായിരുന്ന എത്ര പേരിപ്പോൾ കാണും? വളരെ അപൂർവം, അല്ലേ? അങ്ങനെയല്ലേ? വളരെ അപൂർവം. ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ എത്ര പേര് ഭൂമിയിലുണ്ടാകും? എത്രയോ പേര് അതിനെ കഴിഞ്ഞിരിക്കും. ഒരു തലമുറ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ എത്ര പേരുണ്ടാകും? നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ഇങ്ങനെ ഒന്നൊന്നായി ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മരത്തിൽ നിന്ന് ഇലകൾ, പഴുത്ത ഇലകൾ താഴെ വീഴുന്നത് പോലെ കൊഴിഞ്ഞു പോകുന്നു. സങ്കടകരമായ കാര്യം, പച്ച ഇലകളും കൊഴിഞ്ഞു വീഴുന്നു. ഇപ്പോൾ പച്ച ഇലകൾ. യൗവനത്തിലേക്ക് കാലൂന്നിയുള്ളൂ, അപകടം സംഭവിക്കുന്നു. യൗവനത്തിൻ്റെ പ്രസരിപ്പോട് നടക്കുന്ന സമയത്ത് എന്തെന്ത് അപകടങ്ങളാണ് വരുന്നത്? ആൾ കടന്നു പോകുന്നു. പെട്ടെന്ന് ഒരുപക്ഷെ അത്യാഹിതം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ പെട്ടെന്നുള്ള മാരകമായ രോഗം വന്നിട്ടായിരിക്കാം കടന്നു പോകുന്നു. നാമും കടന്നു പോകും. നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ തനിനിറം വെളിപ്പെട്ടു വരും. തനിനിറം. അരുണോദയം പോലെ സൗന്ദര്യമുണ്ടോ? അരുണോദയത്തിന് ശോഭയുണ്ടോ? അതില്ല എന്നതാണ് സത്യം. പ്രകാശമില്ല. ഇന്ന് ഹൃദയത്തിൽ അന്ധകാരമാണ്, അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഹൃദയത്തിൽ അന്ധകാരമാണ്. മനസ്സിൽ ഈർഷ്യയും മുഷ്ടിലുമുണ്ട്. മനസ്സിൽ പലരോടും ഇഷ്ടക്കുറവും പലരോടും വൈരാഗ്യവുമുണ്ട്. ചിന്തിച്ച് നോക്കൂ. കുടുംബത്തിൽ തന്നെ കലഹമില്ലേ? ചിന്തിച്ച് നോക്കൂ. മാതാപിതാക്കളെ അനുസരിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ്, ഈ ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നത് അത്
ഒരു നിസ്സാര കാര്യമൊന്നുമല്ല. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ നീ ദീർഘായുസോട്ടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. മക്കൾക്ക് തോന്നും അപ്പനെൻ്റെ അത്രയും വിദ്യാഭ്യാസമൊന്നുമില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, എനിക്ക് ഫിസിക്സ് അറിയാം, കെമിസ്ട്രി അറിയാം, ഞാൻ പഠിച്ചു, അപ്പനെ പഠിച്ച് 4 ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അപ്പനെ അറിയാം. അപ്പനെ പുച്ഛിക്കുന്നു ഉള്ളിൽ, പുറമേ അല്ല, പുറമേ പുച്ഛിക്കില്ല, ഉള്ളിലൊരു നിന്ന. ഇതെല്ലാം പാവമാണ്. വായിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. മക്കളെ, നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ, സകലത്തിൽ അനുസരിപ്പീൻ. അപ്പന് വിദ്യാഭ്യാസമുണ്ടോ, അപ്പന് കഴിവുണ്ടോ നോക്കരുത്. അപ്പന് പ്രായമായില്ലേ, വിവരക്കട കാണും, സാരമില്ല. പുഞ്ചിരിയോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, സൗമ്യതയോടെ അപ്പനെ ഓമനിച്ച് താങ്ങുകയും സഹായിക്കുകയും ചെയ്യുക, അവനെ കരുതുക. മക്കളെ, നിങ്ങൾക്കിപ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിയില്ലല്ലോ, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയില്ലല്ലോ. അപ്പനങ്ങ് പോയി, അമ്മയും പോയി, കഷ്ടം, ഞാൻ അനുഗ്രഹം വാങ്ങിയില്ലല്ലോ. നിങ്ങൾ ചില ചിന്തിക്കുക, എൻ്റെ കർത്താവേ, എൻ്റെ അമ്മയമ്മയുടെ അനുഗ്രഹം ഞാൻ വാങ്ങിയില്ലല്ലോ. അനുഗ്രഹം വാങ്ങണം, അനുഗ്രഹം വാങ്ങണം. അമ്മയമ്മ ഒരുപക്ഷെ നിങ്ങൾ ദ്വേഷിച്ച് കാണും, ആയിരിക്കാം, അത് ആ സ്ത്രീയുടെ സ്വഭാവം ആയിക്കൊള്ളട്ടെ. പക്ഷേ മരുമോള് സ്നേഹിക്കണം, മരുമോൾ വിനയപ്പെടണം, മരുമോൾ സന്തോഷത്തോടെ അമ്മയെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണം. കർത്താവേ, അയ്യോ, എനിക്ക് അമ്മയും അങ്ങ് പോയല്ലോ, എനിക്ക് ഞാൻ ചെയ്യാൻ സൗകര്യമില്ലല്ലോ, തീർന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടത് ചെയ്തു തീർത്തില്ലല്ലോ, കഷ്ടം, ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. ഇനിയാണ്, അയ്യോ, ആളങ്ങ് പോയല്ലോ, അപ്പനങ്ങ് പോയല്ലോ, അപ്പനെ മരിച്ചു പോയല്ലോ, ഇനി അപ്പനെ ഞാൻ എങ്ങനെ ശുശ്രൂഷിക്കും, നല്ല വാക്ക് എങ്ങനെ പറയും, അപ്പൻ്റെ അനുഗ്രഹം ഞാൻ വാങ്ങിയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനാണ് പ്രാർത്ഥനാ ജീവിതം. ദൈവസന്നിധിയിൽ തകരണം, ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് അനുഭവിക്കണം, എണ്ണി പറഞ്ഞുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഞാനും ദുഃഖത്തോടെ പറയുകയാണ്, എൻ്റെ അമ്മ വയസ്സായപ്പോൾ, പ്രായമായപ്പോൾ അമ്മയെ ഞാൻ വേണ്ടതുപോലെ ശുശ്രൂഷിച്ചോ, എനിക്ക് ഭയം തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ചെല്ലും, ഭക്ഷണം കഴിക്കാൻ ചെല്ലും. ഞാൻ ചെല്ലുമ്പോൾ അമ്മയുടെ മുറിയിൽ ചെല്ലും. ഞാൻ ഒന്ന് അമ്മയ്ക്ക് മനസ്സിലാകും. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ കോളേജിലേക്ക് തിരിച്ചു വരും. പക്ഷേ ഞാൻ ഒന്നുകൂടിയൊക്കെ കുറച്ച് നേരം അമ്മയുടെ അടുത്ത് ഇരുന്നിരുന്നെങ്കിൽ, സമയം ഉണ്ടായിരുന്നു, ഒന്ന് കുറച്ച് നേരം അവിടെ അമ്മയുടെ കട്ടിലിൽ ചേർന്നിരുന്നിരുന്നെങ്കിൽ, അമ്മയെ തലമുടിയിലൊക്കെ തഴുകി ഒന്ന് അമ്മയുടെ കണ്ണീരൊക്കെ തുടച്ചിരുന്നെങ്കിൽ, അപ്പോൾ എനിക്ക് തോന്നുകയാണ് ചെയ്താൻ പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. അതിലെല്ലാം എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ നോക്കേണ്ടതുപോലെ നോക്കിയില്ല. ദൈവത്തിന് സ്തോത്രം. വേണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം അമ്മയുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയാമായിരുന്നു. അമ്മ, ഞാൻ ആലീസം പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ വീട്ടിൽ വേലക്കാരുണ്ട്, പക്ഷേ വേറെ ഞങ്ങളാരും അടുക്കയില്ലാതെ അമ്മ അങ്ങനെ ഏതാണ്ട് ഏകാന്തതയിൽ കഴിയായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അതെല്ലാം ഞാൻ ചിലപ്പോൾ ദുഃഖിക്കും. കർത്താവേ, നിത്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മേലൊന്ന് കണക്കിടല്ലേ എന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. എണ്ണിയാൽ തീരുകയില്ല. നിങ്ങൾ തനിയെ ഇരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് ശോധന ചെയ്യണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാമാണ് എനിക്ക് കേടുവന്നത്, എവിടെയെല്ലാമാണ് എനിക്ക് പ്രാകൃതമായ രൂപം വന്നു പോയത്, വികൃതമായ രൂപം വന്നു പോയത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാനിതൊന്ന് കണ്ടുപിടിച്ചു കൊള്ളട്ടെ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ നിന്ന് കണ്ടുപിടിച്ചു കൊള്ളട്ടെ. എനിക്ക് കുറ്റബോധം തരണമേ. പരിശുദ്ധാത്മാവേ, എനിക്ക് പാവബോധം തരണമേ. പരിശുദ്ധാത്മാവേ, എനിക്ക് ഒരു ശരിയായ സ്വഭാവ മാറ്റം തരണമേ. പരിശുദ്ധാത്മാവേ, നീ എനിക്കൊരു വിശുദ്ധി തരണമേ. പരിശുദ്ധാത്മാവേ, എനിക്കൊരു സുബോധം തരണമേ. പരിശുദ്ധാത്മാവേ, നിൻ്റെ കൃപയാൽ എൻ്റെ മേലുള്ളതായ അഴുക്കുകളെല്ലാം മുഴുവനും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ കൃപ തരണമേ. വേറെ ആരുടെയും സഹായം വേണ്ട. നിങ്ങൾ തന്നെ ഇരിക്കണം. ഓരോരുത്തരും തനിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വിതുമ്പലോട് കർത്താവ് പറയണം, ഏങ്ങലടികളോട് കർത്താവ് പറയണം, നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ പായിലാണ്ടിരിക്കുന്ന പായിൽ, ആ പായിൽ നിങ്ങളുടെ കണ്ണുനീര് ചെറുപുറത്തിനെ വീഴണം. ചെറുപുറത്തിനെ ഈ കണ്ണീര് വീണ് ദൈവത്തിൻ്റെ സ്നേഹമുള്ള ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. നിങ്ങൾ ആ ദൈവത്തിൻ്റെ സ്നേഹമുള്ള ഹൃദയത്തിൽ മുറിപ്പെട്ടിരിക്കുകയാണ്, ആശ്വസിപ്പിക്കണം. പാപത്തെ ഏറ്റുപറയണം. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടോ, വഞ്ചിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കപടഭാവം നടിച്ച് സ്നേഹിക്കുന്നു ഭാവിച്ചുകൊണ്ട് അവരെ അനർത്ഥത്തിലേക്ക് നയിച്ചു കൊണ്ടുപോയിട്ടുണ്ടോ?
കപടമായ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഞാൻ എളുപ്പത്തിൽ പറയട്ടെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അനുഗ്രഹം തരാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കറകളും കഴുകാൻ യേശുവിന് മനസ്സാണ്. എല്ലാം കഴുകിത്തരും. കുഞ്ഞാടിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ഓഗുൽത്തായിൽ ഊനമില്ലാത്ത ദൈവകുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തങ്ങളെ കഴുകട്ടെ. നിങ്ങൾ വാസ്തവമായി ആഗ്രഹിക്കണം, ഇപ്പോൾ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആന്തരികമായ ശോഭ മുഴുവൻ നശിപ്പിച്ചതായ പൈശാചികൻ്റെ ഛായ എനിക്ക് തന്നതായ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഇനിമേൽ ഞാനൊരു പുതിയ ജീവിതം നയിക്കും. ഇനിമേൽ ഞാൻ വിശുദ്ധ ജീവിതം നയിക്കും. ഇനിമേൽ നാഥ, നിൻ്റെ ഒരു അടിമയായി, നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായി, ഒരു പ്രിയപ്പെട്ട ദാസിയായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. നീക്ക് തരുന്ന ആയുസ് മുഴുവനും വിശുദ്ധിയോടെ ഞാൻ ജീവിക്കും. നീക്ക് തരുന്നതായ ആയുസ് മുഴുവനും സ്നേഹത്തോടെ ഞാൻ ജീവിക്കും. എനിക്ക് തരുന്ന ആയുസൊക്കെയും യേശുവിൻ്റെ സ്വഭാവത്തോടെ ഞാൻ ജീവിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ സ്വഭാവം അതാ ഞാൻ തീരുമാനിക്കുന്നു. നിന്റെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. അതാ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ മേലൊന്ന് വയ്ക്കാമോ കർത്താവേ? എൻ്റെ തലമേൽ എൻ്റെ ശിരസിന്മേൽ നിൻ്റെ കരമൊന്ന് വയ്ക്കാമോ കർത്താവേ? എനിക്ക് യോഗ്യതയില്ല, ചോദിക്കാൻ അർഹതയില്ല, പറയാൻ യോഗ്യതയില്ല, അങ്ങനെ അപേക്ഷിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എങ്കിലും നീ കരുണയുള്ളവനാണല്ലോ, നീ സ്നേഹം മാത്രമാണല്ലോ. ഇപ്പോൾ നിൻ്റെ ആ തൃക്കരം എൻ്റെ തലമേലൊന്ന് വയ്ക്കണമേ, എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. നാഥ, നിൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കണമേ. നിൻ്റെ മഹത്വമുള്ള രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർത്ത് എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. നാഥ, അതിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തലകളെ ഉണക്കുക, അടയ്ക്കുക, ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവേ, എന്നോട് മനസ്സിലെയ്യണമേ. എൻ്റെ കർത്താവേ, അറിഞ്ഞും അറിയാതെയും അനേകം പാപം ചെയ്തു പോയി എന്ന് ഏറ്റുപറയുന്നു. എൻ്റെ ഓരോ പാവവും മൂലം സാത്താനെ ബന്ധിച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ കർത്താവേ, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എൻ്റെ കർത്താവേ, വിശുദ്ധിയുടെ സുഗന്ധം എന്നിൽ നിന്ന് പുറപ്പെടുമാറാക്കണം. രൂപാന്തരപ്പെടുത്തണമേ. സത്യമായി അനുതാപത്തേക്ക് നയിക്കണമേ. യേശുവേ, ഇന്ന് ഞാൻ ഒരു കാര്യം എന്നോട് പറയുന്നു, ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല. യേശുവേ, ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. യേശുവേ, ഇനിമേൽ ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കും. യേശുവേ, എന്നെ തന്നെ എൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും കരങ്ങളിലേക്ക് തരുന്നു. എന്നെ കഴുകണമേ, വിശദീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് തീരുമാനമെടുത്തവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റാരെങ്കിലും ഉയർത്തി നോക്കണ്ട. എനിക്ക് തീരുമാനമുണ്ടെങ്കിൽ ഈ കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെയുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ ബാലകമാർ ഉറ്റുനോക്കുന്ന ഈ മനോഹരമായ സദസ്സിലേക്ക് എൻ്റെ കർത്താവ് എഴുന്നള്ളി വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തീരുമാനമെടുത്ത ഓരോ മക്കളുടെയും ശിരസിൽ അവിടുത്തെ തൃക്കരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരക്തം നെറ്റിമേൽ പുരട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കടങ്ങളും പാപങ്ങളും മായ്ച്ച് കർത്താവെ നിത്യജീവൻ്റെ അവകാശികളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ. അത് രണ്ടാമത്തെ വരയിൽ വിശുദ്ധന്മാർ പറന്നു വീരുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളും പറന്നു വീരാൻ തക്കണം ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.